ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു ബീഫ് കറിയുടെ റെസിപ്പി ആയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളിയാണ് വെച്ചേക്കുന്നത്. അതിലേക്ക് ഏകദേശം ഒരു ഒരു എത്ര സ്പൂണെന്നൊരു ക്വാണ്ടിറ്റി ഇല്ല, ഏകദേശം ഒരു 3 തവി വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് 2 കൈപ്പിടി ഇഞ്ചി, 2 കൈപ്പിടി വെളുത്തുള്ളി, ഒരു 7-8 പച്ചമുളക് നെടുകെ കീറിയത്, അപ്പോൾ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് വാടി വരുന്നുണ്ടേ. ഈ മസാല എപ്പോഴും നന്നായിട്ട് വാടിയതിന് ശേഷം മാത്രമേ നമ്മൾ പൊടികൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ. എങ്കിലേ നമ്മുടെ ഇത് കറിയിലേക്കൊന്ന് വെന്ത് ചേരത്തുള്ളൂ കേട്ടോ. ഏകദേശം കുറച്ച് 1/2 കിലോ കൊച്ചുള്ളിയാണ് കേട്ടോ. അതൊന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ഇങ്ങനെയുള്ള കറികൾ, ബീഫ് കറി ആയാലും ചിക്കൻ കറി ആയാലും ഒക്കെ വെക്കുമ്പോൾ നമ്മൾ സവാള ആഡ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ നമ്മൾ കുഞ്ഞുള്ളി ഇട്ട് കഴിഞ്ഞ് അതിനൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുഞ്ഞുള്ളി വൃത്തിയാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ കേട്ടോ. കുഞ്ഞുള്ളി ഇട്ടാലാണ് ടേസ്റ്റ് കൂടുന്നത്. കുഞ്ഞുള്ളി ഒന്ന് പകുതി മൂത്ത് വരുന്ന സമയത്ത് വേണം നമുക്ക് ഒരു 3-4 സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കാവേ. ഇനി അതുകൂടി നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് വേണം നമുക്ക് പൊടികൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവേ. എപ്പോഴും ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഉള്ളിയും ഒക്കെ വാട്ടി കറി വെക്കാൻ ശ്രമിക്കണം കേട്ടോ. എങ്കിലേ നമ്മുടെ ചിക്കൻ കറിയായി മീറ്റ് വെച്ചിട്ടുള്ള ഏത് കറിയായാലും ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിതെല്ലാം നന്നായിട്ട് എണ്ണയിലൊന്ന് മൂപ്പിച്ചതിന് ശേഷം മാത്രം കറി വെക്കണം കേട്ടോ. ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമ്മൾ കുറച്ച് ഗരം മസാലയും കൂടെ പൊടിച്ചെടുക്കുന്നേ. നമ്മുടെ പെരുംജീരകവും പട്ടയും ഗ്രാമ്പൂവും പിന്നെ ഒരു വയണയിലയും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണേ. വാട്ടിയെടുത്തതിന് ശേഷം നന്നായിട്ട് വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ട് അത് നമുക്ക് തണുക്കുന്ന സമയത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗരം മസാലയുടെ കൂട്ടായി കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഗരം മസാലയാണ് എപ്പോഴും നല്ലത്. 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് 4 ടേബിൾ സ്പൂൺ, ഏകദേശം അതിൻ്റെ ഇരട്ടി മല്ലിപ്പൊടി ഇടണേ. മല്ലിപ്പൊടിയാണ് എപ്പോഴും കറിക്ക് തോനെ നിൽക്കേണ്ടത്. മുളക് പൊടിയേക്കാട്ടിലും കൂടുതൽ മല്ലിപ്പൊടി നിൽക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. ഇനി ഈ പൊടികളൊക്കെ നമുക്കൊന്ന് വാട്ടിയെടുക്കാവേ. അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, പച്ചവെള്ളമല്ല. കുറച്ച് ഗരം മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് ഇട്ട് കൊടുത്തത്. ഗരം മസാലയുടെയൊക്കെ വീഡിയോ വേണമെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മസാലയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ചൂടുവെള്ളം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, പച്ചവെള്ളം ഒരിക്കലും ആഡ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് ഒരു വിസിലടിച്ച് വെച്ച ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കണേ. കുറച്ച് കറിവേപ്പില, കുറച്ചധികം കറിവേപ്പില ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഈ കറി ചീത്തയാവത്തില്ല കേട്ടോ, അധികം പെട്ടെന്ന് ചീത്തയാവത്തില്ല. നമുക്കൊരു 2 ദിവസം ഒക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കാതെ നന്നായിട്ട് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ ബീഫ് കറി വെച്ചിട്ടില്ലെങ്കിൽ വെച്ച് നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഏകദേശം കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലൊന്ന് ബീഫ് 1-2 വിസിൽ അടുപ്പിച്ചിട്ട് ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. ഞാൻ അതേപോലെ ബീഫ് കുക്കറിൽ ഏകദേശം 2 വിസിലടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് മൂടി വെച്ച് ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തെക്കൻ കേരളത്തിൻ്റെ സ്വന്തം ബീഫ് കറി റെഡിയായി കിട്ടും.
ഈ മോഡൽ ബീഫ് കറി വെച്ചിട്ടില്ല, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ, കൊള്ളാവോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റിലൂടെ പറയണേ. എങ്കിലല്ലേ നമുക്ക് പിന്നീട് വീഡിയോ ചെയ്യാൻ വീണ്ടും ഒരു പ്രയോജനമാവത്തുള്ളൂ. അത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതേപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.